കേക്കിൻ്റെ ഓർഡർ എടുക്കലും കറണ്ട് പോലെ ഒരുമിച്ചായിരുന്നു കേട്ടോ. ഏതൊരു ഹോം ബേക്കർക്കും കറണ്ട് പോകുക പറയുന്നത് ചെറിയൊരു ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. എനിക്കും ചെറിയൊരു ടെൻഷനാണ്, എന്നാലും ഞാനതൊക്കെ മറികടക്കാൻ ഇയാളെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പം പതിവ് പോലെ തന്നെ ജനറേറ്റർ ഓണാക്കി നമുക്ക് സ്റ്റാൻഡ് ബീറ്ററിൽ വർക്ക് ചെയ്യില്ല, ഹാൻഡ് ബീറ്ററിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ബാറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഗ്യാസ് മേലെ നമ്മൾ ഓവനിൽ വെക്കും കേക്ക്. അത് കേക്ക് ആവുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ ജനറേറ്ററിൽ തന്നെ ഓവൻ വർക്ക് ചെയ്തോളും. ഇൻവേർട്ടർ ആയാലും മതി കേട്ടോ, ചെറിയൊരു കറണ്ട് മാത്രം മതി നമ്മുടെ ഡെക്ക് ഓവന്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ജനറേറ്റർ ഓഫ് ആക്കും കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് വെച്ച് കേക്ക് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ ഇൻവേർട്ടർ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ ജനറേറ്ററിൻ്റെ ആവശ്യം പിന്നെ അല്ലേ. അപ്പോൾ കറണ്ട് പോയാൽ ഞാൻ ഇതേപോലെയൊക്കെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു കേക്ക് ദിനോസറിനൊക്കെ നമ്മൾ അവരയച്ച അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വലിയ വർക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല, സിമ്പിളായിട്ട് മതി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പിസ്ത കേക്കും 2 kg വരുന്ന വേഞ്ചോയും അത് ടോളായിട്ടാണ്. പിന്നെ ഒരു മിൽക്ക് കേക്ക് ആയിരുന്നു അന്നേ ദിവസം പിന്നെ ഓർഡർ ഉണ്ടായിരുന്നത്. അതെല്ലാം ഈവനിങ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു 1 kg വെയിറ്റ് വേഞ്ചോ കേക്കും കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളറിയാതെ അവളെ വീട്ടിൽ എത്തിക്കണം എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേക്കും ഡെലിവർ ചെയ്ത് പിന്നെ നമുക്കൊരു 1/2 kg വെയിറ്റ് വരുന്നത് ഈ ഒരു എൽസ തീമുള്ള കേക്ക് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാ കേക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.